എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണ എന്റെ തക്കാളി ചെടിയുടെ അരികിലാണ്. അപ്പൊ തക്കാളി നമുക്ക് കുറച്ച് വിളവെടുക്കാനായിട്ടുണ്ട്. നമ്മപ്പോ പഴുക്കണ നമ്മ വിളവെടുക്കണതാണ് കേട്ടോ. അപ്പൊ ഈ ചൂട് കാലത്തൊക്കെ തക്കാളിയുടെ സീസൺ ഒന്നുമല്ല. അപ്പൊ നമ്മ നന്നായി ഈ തക്കാളിയൊക്കെ നട്ട് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമുക്ക് വിളവെടുക്കാം. അപ്പൊ കണ്ട ഞാനിപ്പോ നട്ടേക്കണേന്ന് വെച്ചാല് ഡ്രമ്മിലാ നട്ടേക്കണത്. ഡ്രമ്മിൽ ഒരു നാരക ചെടി നട്ടിട്ടുണ്ട്, അതിന്റെ കൂടെ തക്കാളി നട്ടു കൊടുത്താണ്. കണ്ട അപ്പൊ തക്കാളി സീസൺ ഞാൻ പറഞ്ഞില്ലേ, ഈ സമയത്ത് തക്കാളിയുടെ സീസൺ അല്ല എങ്കിൽ കൂടിയും കണ്ട തക്കാളി ഉണ്ടായിട്ടുണ്ട്. കണ്ട നല്ല നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഇതേപോലെ തക്കാളി പറിച്ചെടുക്കാം. നമ്മ തക്കാളിയൊക്കെ നട്ടാല് തക്കാളി മാത്രമല്ല ഏത് പച്ചക്കറി നമ്മ നട്ട് നമ്മ കുറച്ച് അതിന് വേണ്ടി നമ്മ ശ്രമിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ കണ്ട നമുക്ക് കടയിൽ പോയി നമുക്ക് തക്കാളി ഒന്നും മേടിക്കണ്ട. നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി നമുക്ക് ഡെയിലി നമുക്ക് വിളവെടുക്കാം. വേന കണ്ട തക്കാളി ചെടി നമ്മ പ്രൂൺ ചെയ്ത് കൊടുത്താല് വീണ്ടും വീണ്ടും ഇപ്പൊ നമ്മ വിളവെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് വീണ്ടും നമുക്ക് ഈ തക്കാളി ഉണ്ടായ കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിനാല് പുതിയ ചെരുപ്പ് വന്നിട്ട് വീണ്ടും ഇഷ്ടം പോലെ തക്കാളി ഉണ്ടാവും. കണ്ട നമ്മ ഇതിന് കാര്യമായിട്ടൊരു പരിചരണമൊന്നും കൊടുത്തില്ല. പിന്നെ നമ്മ തക്കാളിക്ക് വളം കൊടുത്തിട്ടുണ്ടായിരുന്നു യാതൊരു ചെലവും ഇല്ലാണ്ട്. അപ്പൊ ആ വളം മാത്രമാണ് നമ്മ കൊടുത്തത്, വേറെ വളമൊന്നും നമ്മ കൊടുത്തിട്ടില്ല. അടിവളം മാത്രമേ കൊടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പൊ നമ്മ തക്കാളിക്ക് കൊടുത്തത് എന്ത് വളമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പറമ്പിലൊക്കെ കാട് പിടിച്ച് വളരണ ഒരു രുദ്രാക്ഷപ്പച്ചാന്ന് പറഞ്ഞ ചെടിയില് അതും ആര്യവേപ്പിന്റെ ഇലയൊക്കെ കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചീമക്കൊന്നയുടെ ഇല, എന്നിട്ട് നമ്മ ആ വെള്ളം ഒരു 3 ദിവസം കഴിയുമ്പോ നമ്മൾ നന്നായിട്ട് നമുക്ക് തളിച്ചും കൊടുക്കാട്ടോ. തളിച്ചും കൊടുക്കാം, സ്പ്രേ ഈ തടത്തിൽ ഒഴിച്ചും കൊടുക്കാം. നല്ല തക്കാളി ഇതേപോലെ ഇഷ്ടം പോലെ തക്കാളി നമുക്ക് കായ്ച്ചിട്ടും. അപ്പൊ നമ്മ വളം ഒഴിച്ചു കൊടുക്കണതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കണ്ട നമുക്ക് ഇതേപോലെ നമുക്ക് ആവണ തക്കാളി പഴുത്തത് മാത്രം നമുക്ക് പറിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. ഇഷ്ടം പോലെ തക്കാളി ഉണ്ടായിട്ട് നമുക്ക് കുറച്ച് ചെടികളാണ്. കണ്ട കുറച്ച് ചെടികളുമ്പോൾ തന്നെ ആവശ്യം പോലെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. തക്കാളിയുടെ ഭാരം കൊണ്ടിട്ടാണ് ചെടി. കണ്ട ഇതിൽ നമ്മ പഴുത്തതൊക്കെ നമ്മ വിളവെടുത്തതാണ്. പഴുക്കണത് നമ്മ ഡെയിലി വിളവെടുക്കണതാണ്. വിളവെടുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള. ഇതേപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇത്ര തക്കാളിയൊക്കെ കിട്ടാന്ന് വെച്ചാല് നമ്മ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടം പോലെ പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഡ്രമ്മിലൊക്കെ നടയണമെങ്കിൽ നമുക്ക് കൂടുതൽ വിളവ് കിട്ടോട്ടാ. നമുക്ക് വലിയ ചെലവൊന്നുമില്ല ഇതേപോലത്തെ ഡ്രമ്മ് മേടിക്കാനും. പിന്നെ നമുക്ക് വീട്ടിലെ കരിയില് ഒക്കെ നമുക്ക് വാഴയുടെ ഈ ഇലക്കില്ല അതൊക്കെ നമുക്ക് നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ച് മാത്രം മണ്ണ് വേണ്ടി വരുള്ളൂ. എന്താന്ന് നോക്കിയ തക്കാളിയുടെ ഒരു ഭംഗി. അപ്പൊ സീസണിൽ അല്ലാത്ത ഈ ടൈമിൽ പോലും നമുക്ക് ഇത്ര അധികം തക്കാളി കിട്ടുമെങ്കിൽ സീസണിലൊക്കെ നമുക്ക് എന്തോരം തക്കാളി ഉണ്ടാവും എന്നറിയാമോ. കടയിനി ചെറുതും വലുതൊക്കെ ആയ ഒരുപാട് തക്കാളി നമ്മുടെ ചെടിമേലുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ല ഇനി എന്തെങ്കിലും സ്ലറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി നമ്മ ആദ്യം അടിവളം കൊടുത്തതിനാൽ ചെടികൾക്ക് എപ്പോഴും സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കലാ നല്ലത്. ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും. അപ്പൊ വേനൽക്കാലത്തൊക്കെ ചെടികൾക്ക് നിങ്ങൾ വളം ചെയ്യുമ്പോ നമുക്ക് എന്തെങ്കിലും ഫിഷ് അമിനോ നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. അധികം സ്പ്രേ ചെയ്യാണ്ടിരിക്കാൻ നല്ല, കാരണം വില കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചെടി ഉണങ്ങി പോവും. അപ്പൊ നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ പറിക്കണ്ട. ഇതുമല്ലൊക്കെ തക്കാളി പഴുത്തെടുക്കുന്നുണ്ട്. അപ്പൊ പഴുത്തെടുക്കുമ്പോ നമ്മ പഴുത്തതൊക്കെ പറിച്ചെടുത്തില്ലെങ്കിൽ എന്താന്നാ കിളികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റ തക്കാളി പോലും കിട്ടില്ല. അപ്പൊ നമ്മ എപ്പോഴും പഴുത്ത തക്കാളിയൊക്കെ ചെടി വന്ന് പറിച്ചെടുത്തോളണം. പിന്നെ നമ്മ പച്ചക്കറികളായാലും എന്തായാലും വിളവെടുത്ത് കഴിഞ്ഞാല് ചെടി വീണ്ടും നന്നായിട്ട് കായ്ക്കോളൂട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചെടി കായ്ഫലം കുറയും. അപ്പൊ നമ്മ എപ്പോഴും എന്ത് പച്ചക്കറി ഉണ്ടായാലും നമ്മ അപ്പം വിളവെടുത്തോളണം. വിളവെടുക്കാനായതൊക്കെ അപ്പം വിളവെടുത്തോളണം. പിന്നെയും ഒരുപാട് തക്കാളി ചെടി ഉണ്ട് വിളവെടുക്കാനൊക്കെ.
കണ്ട നമ്മിപ്പോ ഒരു 5-6 തക്കാളി മണ്ണാണ് ഈ വിളവെടുത്തേക്കണത്. അപ്പൊ നമ്മിത് ഡെയിലി വിളവെടുക്കാനാണ് തക്കാളി. നമുക്ക് ഇനിയും ഡെയിലി വിളവെടുക്കാനുണ്ട്. കണ്ട നമുക്ക് കുറച്ച് തക്കാളി തൈമെന്നാണ് ഇത്ര അധികം തക്കാളി നമുക്ക് കിട്ടിയേക്കണ. കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയാ. അപ്പൊ ഈ വിളവെടുപ്പൊക്കെ നമ്മ നടത്തുമ്പോന്ന് വെച്ചാൽ ഒരുപാട് പേര് കൃഷിയിലോട്ട് വരണ്ട കേട്ടാ. നമുക്ക് വിളവെടുക്കണതും ഇത് കാഴ്ചയെടുക്കണൊക്കെ കാണുമ്പോഴാണ് കൃഷി ചെയ്യാനുള്ള ആഗ്രഹം എല്ലാവർക്കും വന്നത്. അപ്പൊ എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് നിങ്ങളുടെ കൃഷിയുടെ ഈ വിളവെടുക്കണതും പിന്നെ ഈ കാഴ്ചയെടുക്കണൊക്കെ കണ്ടിട്ട് ഞങ്ങളും കൃഷി ചെയ്ത് തുടങ്ങി. നമുക്ക് അതാ സന്തോഷം, എല്ലാവരും കൃഷിയിലോട്ട് വരണം. കാരണം നമ്മുടെ ടൈം നമുക്ക് ഒരുപാട് 1 മണിക്കൂർ നമ്മ ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പച്ചക്കറി നടണയിലൂടെ നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ നല്ല മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് നല്ല വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം. പിന്നെ നമുക്ക് കണ്ട ഒരു വീട്ടിലെ അടുക്കള വേസ്റ്റ് മുഴുവനും നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം. നമുക്ക് മെയിൻ പ്രശ്നം നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ കളയലാണ്. അതൊക്കെ നമുക്ക് കൃഷിക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമുക്ക് പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എല്ലാവരും കൃഷിയൊക്കെ ചെയ്യണം. നമ്മുടെ സീസൺ അല്ലെന്ന് പറഞ്ഞല്ലേ, തക്കാളിയുടെ സീസണേ അല്ല ഇപ്പൊ. എന്നിട്ട് പോലും നമുക്ക് ഇത്ര അധികം തക്കാളി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മ ശ്രമിച്ചു കഴിഞ്ഞാല് നമുക്ക് ഏത് സമയത്തും സീസണൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാല്. ഏത് പച്ചക്കറി നടാനും ഏത് സമയത്ത് നട്ടാലും നമ്മൾ അല്പം ബുദ്ധിമുട്ടിക്കഴിഞ്ഞാല് ഏത് പച്ചക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എല്ലാവരും തക്കാളിയൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.